ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ച് വെക്കാനുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. പച്ചമുളക് എൻ്റെ കയ്യിലുള്ളത് അത്ര എരിവില്ലാത്തതായിരുന്നു, അതുകൊണ്ടാണ് 3 ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്ര ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചിട്ടെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് ബീൻസാണ് എടുത്തിട്ടുള്ളത്. അരിഞ്ഞതിന് ശേഷം 2 കപ്പാണ് ഉള്ളത്. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് മുന്നേ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിയൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ബീൻസ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തോരന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ഒട്ടും മൂക്കാത്ത ഇളം ബീൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു 3 മിനിറ്റിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 മിനിറ്റൊക്കെ കഴിഞ്ഞതുപോലെ തുറന്നിളക്കി നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സൈഡിൽ നിന്നൊക്കെയുള്ള ബീൻസ് എല്ലാം കൂടെ കൂട്ടി ഇതുപോലെ തട്ടിപ്പൊത്തി നമുക്കൊന്ന് വെക്കാം. ഇതുപോലെ നമ്മുടെ തേങ്ങാക്കൂട്ടിനെ ബീൻസ് കൊണ്ട് മൂടി ഇതുപോലെ വെക്കുക. എന്നിട്ടൊരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, അപ്പോൾ നമ്മുടെ ബീൻസൊക്കെ വെന്ത് കുഴഞ്ഞു പോവും. ഇനി നമുക്കിത് അടപ്പ് തുറന്ന് തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ബാക്കി എന്തെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ബീൻസ് ഒരുപാട് നേരം വേവിക്കാതിരുന്നാൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന തോരന് ഇതുപോലെ നല്ല പച്ച കളറൊക്കെ ആയിട്ട് കിട്ടും. ബീൻസ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ തോരനും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ആ പച്ച കളറും കുറഞ്ഞു പോവും. അതുകൊണ്ട് ബീൻസിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.